ചെറിയ മായയ്ക്ക് പുസ്തകങ്ങൾ എന്നും അത്ഭുതമായിരുന്നു. അവളുടെ മുത്തശ്ശന്റെ വീടിന്റെ മച്ചിൽ പൊടിപിടിച്ച പഴയ പുസ്തകങ്ങൾക്കിടയിൽ അവൾക്കൊരു ചെറിയ ലോകമുണ്ടായിരുന്നു. സ്കൂൾ അവധിക്കാലങ്ങളിൽ നഗരത്തിലെ തിരക്കുകളിൽ നിന്നു മാറി ഈ ഗ്രാമത്തിലെത്തുന്നത് മായയ്ക്ക് പുതിയൊരു അനുഭൂതിയായിരുന്നു. മുത്തശ്ശൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടുതന്നെ മായയ്ക്ക് അവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. മാലിപ്പുഴയുടെ ഓരത്തുള്ള ആ വീട്ടിൽ ഉച്ചതിരിഞ്ഞുള്ള വെയിലിൽ ജനലിന്റെ കമ്പികളിൽ കൂടി അരിച്ചിറങ്ങുന്ന പ്രകാശത്തിൽ മായ പുസ്തകങ്ങളിലേക്ക് ഊളിയിട്ടു. ആദ്യം അവൾക്ക് മലയാളം വായിക്കാൻ അത്ര വശമില്ലായിരുന്നു. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. മുത്തശ്ശൻ, ഇതെന്താ വായിക്കുന്നേ എന്ന് ചോദിച്ച് അവൾ പലപ്പോഴും മുത്തശ്ശന്റെ അടുത്തേക്ക് പോകും. ക്ഷമയോടെ മുത്തശ്ശൻ ഓരോ അക്ഷരവും വാക്കുകളും അവൾക്ക് പറഞ്ഞുകൊടുത്തു. മോളെ, ഈ പുസ്തകത്തിൽ ഒരുപാട് കഥകളുണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകളുടെ കഥകൾ, മുത്തശ്ശൻ പറയും. ബാലരമയും പൂമ്പാറ്റയും വായിച്ചു തുടങ്ങിയ മായ പതിയെ വലിയ പുസ്തകങ്ങളിലേക്കെത്തി. ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് വായിച്ചപ്പോൾ അവൾക്ക് ആ നാടും അവിടുത്തെ കഥാപാത്രങ്ങളും സ്വന്തമെന്ന പോലെ തോന്നി. തകഴിയുടെ ചെമ്മീൻ വായിച്ചപ്പോൾ കടലിന്റെ ഗന്ധം അവൾ അറിഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ നർമ്മം അവളെ ചിരിപ്പിച്ചു. ഓരോ പുസ്തകവും മായയ്ക്ക് പുതിയൊരു ലോകം തുറന്നുകൊടുത്തു. അവൾ കഥാപാത്രങ്ങളോടൊപ്പം ചിരിക്കുകയും കരയുകയും ചെയ്തു. പുസ്തകങ്ങളിലൂടെ അവൾ കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും അറിഞ്ഞു. അക്ഷരങ്ങൾ വെറും വരകളും വളവുകളുമായിരുന്നില്ല അവൾക്ക്. അവ ജീവനുള്ള കഥാപാത്രങ്ങളായിരുന്നു. മനസ്സിൽ മായാത്ത ചിത്രങ്ങൾ വരച്ച വാക്കുകളായിരുന്നു. ഒരു മഴയുള്ള ദിവസം ജനലിനരികിലിരുന്ന് മായ ഒരു നോവൽ വായിക്കുകയായിരുന്നു. പുറത്ത് മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. കഥയിലെ നായികയുടെ വിഷമങ്ങൾ അവൾക്ക് സ്വന്തം വേദനയായി തോന്നി. കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവൾ പുസ്തകം മാറ്റിവെച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോൾ മുത്തശ്ശൻ അവിടേക്ക് വന്നു. എന്താ മോളെ, വിഷമിച്ചിരിക്കുവാണോ? മുത്തശ്ശൻ ചോദിച്ചു. മായ തലയാട്ടി. മുത്തശ്ശൻ, ഈ കഥയിലെ പെൺകുട്ടിക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ട്. മുത്തശ്ശൻ പുഞ്ചിരിച്ചു. അതാണ് മോളെ വായനയുടെ മാന്ത്രികത. നമ്മൾ ആ കഥാപാത്രങ്ങളായി മാറും. അവരുടെ സന്തോഷവും ദുഃഖവും നമ്മുടേതാകും. വായന നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കും. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിപ്പിക്കും. അന്ന് മായയ്ക്ക് വായനയുടെ ആഴം മനസ്സിലായി. പുസ്തകങ്ങൾ വെറും കഥകൾ മാത്രമല്ല, ജീവിതപാഠങ്ങൾ കൂടിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മുത്തശ്ശന്റെ പുസ്തകക്കൂടും വായനശാലയും അവൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായി മാറി. മലയാള അക്ഷരങ്ങൾ മായയുടെ മനസ്സിൽ എന്നെന്നും മായാത്ത പ്രകാശമായി ജ്വലിച്ചു നിന്നു.